നിങ്ങൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിറക്കണത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഓപ്പൺ സ്റ്റാൾ എന്നുള്ള കൺസെപ്റ്റ് ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. നമ്മുടെ ഈ ഓപ്പൺ സ്റ്റാളേ ആദ്യമായിട്ട് കാണുന്ന ഭൂരിഭാഗം പേരും ചോദിക്കാറുണ്ട്, ഇത് കേക്കാണോ? കേക്ക് റോഡ് സൈഡിൽ കൊടുക്കുക, കേക്ക് റോഡ് സൈഡിലൊക്കെ കൊടുത്ത് ആരെങ്കിലും വാങ്ങുമോ? അല്ല അതൊക്കെ പോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിയെന്നൊക്കെ എല്ലാവരോടും ഒരു കാര്യം പറയുള്ളൂ. അല്ല വൃത്തിയോടെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ ഉണ്ടാക്കി കൊടുത്തൊക്കെയൊക്കെ വാങ്ങി കഴിക്കാനും ആളുണ്ടാവണോ. പിന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ കാര്യം, അറിയാവുന്ന ഒരു തൊഴിലേ ബേക്കിംഗ് ആണ്. ജീവിത സാഹചര്യം വല്ലാണ്ട് അങ്ങോട്ട് വഴിമുട്ടിച്ച സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റാൾ എന്നുള്ളത്. അല്ലാതെ വലിയൊരു ബിസിനസ് മൈൻഡിൽ തുടങ്ങിയ കൺസെപ്റ്റ് ഒന്നല്ല കേട്ടോ. എന്റെ കസ്റ്റമേഴ്സ് എനിക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെ ഇതപ്പോൾ 6-7 മാസമായി നല്ല രീതിക്ക് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ എന്നോട് കൂടുതലും വീട്ടമ്മമാർ എന്നോട് ചോദിക്കാറുണ്ട്, ശരിക്കും നല്ലൊരു വരുമാനം തന്നെയാണോ, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ തുടങ്ങണം എന്നുണ്ട്, ബേക്കിംഗ് കോഴ്സ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പൈസയാണ്, എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഒന്ന് തുടങ്ങുക, ശരിക്കും നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നൊക്കെ. അവരോടൊക്കെ ഒരു പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, ഞാൻ കോഴ്സ് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമല്ല തുടങ്ങിയത്. ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ ജീവിത സാഹചര്യം വല്ലാണ്ട് അങ്ങോട്ട് വഴി മുട്ടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം എൻ്റെ മക്കളേനും നോക്കി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് വേണം എന്നുള്ള തോന്നിയൊരു കൺസെപ്റ്റിലാണ് ഈ ബേക്കിംഗ് ഞാൻ പഠിച്ചെടുത്തത്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് തുക കൊടുത്ത് ബേക്കിംഗ് കോഴ്സ് പഠിച്ചിട്ടൊന്നുമല്ല, നല്ല യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കി കഷ്ടപ്പെട്ട് പഠിച്ചെടുത്താണ്. സാധനം ഉണ്ടാക്കും നാശാവും, സാധനം ഉണ്ടാക്കും നാശാവും, അങ്ങനെ പഠിച്ചെടുത്ത ഒരു തൊഴിലാണ്. എനിക്ക് പിന്നെ പറഞ്ഞു തരാനുള്ളത്, ഇതൊരു ജീവിതമാർഗം തന്നെ ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത്. അതിന് എൻ്റെ ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് മാതൃക കേട്ടോ. 1-2 പേരൊന്നല്ല, 7 വയറാണ് ഈ ഒരു വരുമാനം കൊണ്ട് കഴിഞ്ഞു പോണത്. പിന്നെ ഇങ്ങനെ ഓപ്പൺ സ്റ്റാൾ ഇടാൻ താല്പര്യപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. സ്റ്റാൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ലൈസൻസ് എടുത്തവരായിരിക്കണം. അത് നിങ്ങൾ എന്തായാലും ഫുഡ് ഐറ്റം കൊടുക്കുമ്പോൾ അതിന്റെ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. അതിനൊപ്പം തന്നെ നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ അവിടെ വിവരം ധരിപ്പിക്കുക, നല്ല സാധനങ്ങൾ സെയിൽ ചെയ്യുക. പിന്നെ കസ്റ്റമേഴ്സൊക്കെ തനിയെ വരടോ, നല്ലത് കൊടുത്താൽ മതി.